ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ വീണ്ടും ഒരു സമ്മറിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. 10th സ്റ്റാൻഡേർഡിലെ സെക്കൻഡ് ലെസനായ ദ സ്നേക്ക് ആൻഡ് മിററിൻ്റെ സമ്മറി. ഓക്കെ, നമുക്ക് സമ്മറിയിലോട്ട് പോവാം. The story The Snake and the Mirror is written by Vaikom Muhammad Bashir about a doctor who had only recently commenced his practice. The story The Snake and the Mirror എഴുതിയിരിക്കുന്നത് വൈക്കം മുഹമ്മദ് ബഷീറാണ്. ഇത് റീസെൻ്റ് ആയിട്ട് പ്രാക്ടീസ് തുടങ്ങിയ ഒരു ഡോക്ടറിനെ കുറിച്ചിട്ടുള്ള കഥയാണ്. ഹിസ് ഏണിങ്സ് വെയർ ദെയർഫോർ മിയാഗ്ര, അഥവാ അദ്ദേഹത്തിൻ്റെ ഏണിങ്സ് വളരെ തുച്ഛമായിരുന്നു. തുച്ഛം അല്ലെങ്കിൽ അല്പം. He lived in a small rented room and outhouse with 2 windows and a tiled roof. അപ്പോൾ ഒരു ടൈൽഡ് റൂഫ്, 2 വിൻഡോസൊക്കെ ഉള്ള ഒരു റെൻ്റർ റൂമിലാണ് അദ്ദേഹം താമസിച്ചിരുന്നത്. The tiles were supported by gables which rested on the beam and there was no electricity. അങ്ങനെ ടൈൽഡ് റൂഫ് സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒരു ത്രികോണാകൃതിയിലുള്ള ചുമര് കൊണ്ടാണ്. ആ ചുമരാണെങ്കിൽ ഒരു തടി കൊണ്ട് താങ്ങി നിർത്തിയതായിരുന്നു. പിന്നെ there was no electricity, കറൻറ്റും ഇല്ലായിരുന്നു. He had only 60 rupees in his bag. തൻ്റെ ബാഗിലാണെങ്കിൽ ആകെ കൂടി 6 രൂപ ഉണ്ടായിരുന്നുള്ളൂ. Apart from few shirts and dhotis, he had a solitary ബ്ലാക്ക് കോട്ട്. ഏതാനും ഷർട്ട്സും ധോത്തീസിനും കൂടാതെ ഒരു സോളിറ്ററി ബ്ലാക്ക് കോട്ടും കൂടി അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നു. ദ റൂം വാസ് ഇൻഫെസ്റ്റഡ് വിത്ത് റാറ്റ്സ്. റൂമിലാണെങ്കിൽ എലികളുടെ ശല്യം കുറേ ഉണ്ടായിരുന്നു. ഇൻഫെസ്റ്റഡ് മീൻസ് ശല്യം. ഹവർ ഹിസ് ഡ്രീംസ് ആൻഡ് ആംബിഷൻസ് വെയർ കോൺട്രാസ്റ്റ് ടു ദിസ്. എന്നിരുന്നാലും തൻ്റെ ഡ്രീംസും ആംബിഷൻസും ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിരുന്നു. One hot summer night, he had his meal at restaurant and returned home. അങ്ങനെ ഒരു ഹോട്ട് സമ്മർ നൈറ്റിൽ തൻ്റെ റെസ്റ്റോറൻറ്റിലുള്ള ഫുഡൊക്കെ കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തി. He lighted the kerosene lamp. Kerosene means മണ്ണെണ്ണ വിളക്ക് കത്തിച്ചു. Took off his cotton shirt ആൻഡ് ഓപ്പൺ ദ 2 വിൻഡോസ്. അങ്ങനെ ഷർട്ടും കോട്ടൊക്കെ അഴിച്ചിട്ട് വിൻഡോസ് ഓപ്പൺ ചെയ്തു. ഹി സിറ്റഡ് ഓൺ ദി ചെയർ ആൻഡ് ടുക്ക് ഔട്ട് എ മെഡിക്കൽ ബുക്ക് ടു റീഡ്. അങ്ങനെ ചെയറിൽ ഇരുന്ന് ഒരു മെഡിക്കൽ ബുക്ക് എടുത്ത് വായിക്കാൻ തുടങ്ങി. ദർ വാസ് എ ലാർജ് മിറർ ഓൺ ദ ടേബിൾ ഓൺ വിച്ച് സ്റ്റുഡ് എ ലാമ്പ്. അങ്ങനെ ടേബിളിന് മുന്നിൽ വലിയൊരു കണ്ണാടി ഉണ്ടായിരുന്നു, അവിടെ വിളക്കും ഉണ്ടായിരുന്നു. സിൻസ് ഇറ്റ് വാസ് ടു ഹോട്ട് ടു സ്ലീപ്പ് ആൻഡ് ഹി ഹാഡ് നത്തിങ് ബെറ്റർ ടു ഡു. നല്ല ചൂടായതുകൊണ്ട് തന്നെ വേറെ ഒന്നും പ്രത്യേകിച്ച് ചെയ്യാനില്ലായിരുന്നു. ഹി സാറ്റ് ഡൗൺ ഇൻ ഫ്രണ്ട് ഓഫ് ദ മിറർ അഡ്മയറിങ് ഹിംസെൽഫ്. അങ്ങനെ കണ്ണാടിയുടെ മുന്നിലിരുന്ന് സ്വയം പുകഴ്ത്താൻ തുടങ്ങി. അഡ്മയറിങ് മീൻസ് പുകഴ്ത്തുക. അഡ്മയറിങ് ഹിസ് ലുക്സ് ആൻഡ് സ്മൈല്. സ്വയം തൻ്റെ ലുക്സിനെയും സ്മൈലിനെയും അഡ്മയർ ചെയ്തു. ആൻഡ് പ്ലാനിങ് ദാറ്റ് ഹി ഷുഡ് ഡു ടു ലുക്ക് മോർ പ്രസൻറ്റബിൾ. പിന്നെ പ്ലാൻ ചെയ്യുമായിരുന്നു കൂടുതൽ അട്രാക്റ്റീവ് ആവാൻ വേണ്ടി. ഹി വാസ് എ ഗ്രേറ്റ് അഡ്മയർ ഓഫ് ബ്യൂട്ടി. ബ്യൂട്ടി അഡ്മയർ ചെയ്യുന്ന ഒരാളായിരുന്നു. ആൻഡ് ഹി ബിലീവ്ഡ് ഇൻ മേക്കിംഗ് ഹിംസെൽഫ് ഹാൻസം. സ്വയം കൂടുതൽ ഭംഗിയാവാൻ വേണ്ടി എപ്പോഴും ശ്രമിച്ചിരുന്നു. ഹി ഓൾസോ ലെയ്ഡ് എ ഗ്രേറ്റ് എംഫസിസ് ഓൺ ദ ഫാക്ട് ദാറ്റ് ഹി വാസ് അൺമാരീഡ് ആൻഡ് എ ഡോക്ടർ. അപ്പോൾ 2 കാര്യങ്ങൾ അദ്ദേഹം എപ്പോഴും ഊന്നൽ നൽകിയിരുന്നു. അത് ഒന്ന്, താൻ ഒരു അൺമാരീഡ് ആണെന്നുള്ള കാര്യത്തിലും ഒരു ഡോക്ടറാണെന്നുള്ള കാര്യത്തിലും. പ്ലീസ്ഡ് വിത്ത് ഹിസ് അപ്പിയറൻസ്, ഹി ഡിസൈഡഡ് ടു ഷേവ് ഡെയിലി ആൻഡ് ഗ്രോ എ തിൻ മെസ്റ്റാഷ് ടു ലുക്ക് മോർ ഹാൻസം. അപ്പോൾ കൂടുതൽ ഇങ്ങനെ ഭംഗിയായിരിക്കാൻ വേണ്ടി അദ്ദേഹം എപ്പോഴും ഷേവ് ചെയ്ത് ഒരു തിൻ മെസ്റ്റാഷ് മീൻസ് മീശ, തിൻ മീശ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തിരുന്നു. ദ മാനർ ഇൻ വിച്ച് ഹി ഡിസൈഡഡ് ദാറ്റ് ദ ഡിസിഷൻ വാസ് ആൻ ഇമ്പോർട്ടൻറ്റ് one and his earth-shaking decision to always keep smiling in order to look more handsome. അപ്പോൾ എപ്പോഴും ഒരു എർത്ത് ഷേക്കിംഗ് ഡിസിഷൻ ഉണ്ടായിരുന്നു. അത് എന്താണെന്ന് വെച്ചാൽ എപ്പോഴും സ്മൈൽ കീപ്പ് ചെയ്യുക, കാരണം അതും കൂടുതൽ ഹാൻസം ആവാനാണ്. ഇറ്റ് മെയ്ഡ് കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ ദ കൈൻഡ് ഓഫ് പേഴ്സൺ ഹി വാസ് ആൻഡ് ദ കൈൻഡ് ഓഫ് പേഴ്സൺ ഹി വാണ്ടഡ് ടു ബി ആൻഡ് മേക്ക് ദ സ്റ്റോറി ഹ്യൂമറസ്. ഈ ഒരു സംഭവം താൻ എങ്ങനെ ആയിരുന്നു, ഇനി എങ്ങനെ ആവണം എന്നുള്ളതിനോട് ഒരു വ്യത്യാസം ഉണ്ടാക്കി ഇത് കഥയ്ക്ക് ഹ്യൂമർ ഉണ്ടാക്കുന്നു. ഗ്രാജുവലി ഹിസ് തോട്ട്സ് ഷിഫ്റ്റഡ് ഫ്രം സെൽഫ് അഡ്മിറേഷൻ ടു പ്ലാനിങ് ഹിസ് ഫ്യൂച്ചർ മാരേജ്. അങ്ങനെ തൻ്റെ ഈ ഇങ്ങനെ സ്വയം അഡ്മയർ ചെയ്യുന്ന ഒരു സംഭവത്തിൽ നിന്നും ഫ്യൂച്ചർ മാരേജിലെ ചിന്ത ചേഞ്ച് ആവുകയാണ്. ഹി വാണ്ടഡ് ടു മാരി എ വുമൻ ഡോക്ടർ ഹു ഹാഡ് പ്ലെൻറ്റി ഓഫ് മണി ആൻഡ് എ ഗുഡ് മെഡിക്കൽ പ്രാക്ടീസ് ബിക്കോസ് ഹി ഡിഡ് നോട്ട്
അദ്ദേഹത്തിന് ഒരു സ്ത്രീയെ ഡോക്ടറിനെയാണ് വിവാഹം ചെയ്യാൻ ആഗ്രഹം. എങ്ങനത്തെയാണെന്ന് വെച്ചാൽ കുറേ ധാരാളം പൈസയും നല്ല മെഡിക്കൽ പ്രാക്ടീസുമുള്ള. കാരണം അദ്ദേഹത്തിന് ബിക്കോസ് ഹി ഹാഡ് നോട്ട് ഹാവ് ഐദർ, രണ്ടും ഉണ്ടായിരുന്നില്ല. ഹി വാണ്ടഡ് എ ഫാറ്റ് വൈഫ് സോ ദാറ്റ് വെനെവർ ഹി മെയ്ഡ് എ മിസ്റ്റേക്ക് ഹി വുഡ് റൺ അവേ ആൻഡ് ഹിസ് വൈഫ് വുഡ് നോട്ട് ബി ഏബിൾ ടു ക്യാച്ച് ഹിം. പിന്നീട് ആഗ്രഹിക്കുന്നത് ഒരു തടിച്ചയായ ഒരു വൈഫിനെ കല്യാണം കഴിക്കാനാണ്. കാരണം അദ്ദേഹം തെറ്റ് ചെയ്ത് ഓടുമ്പോൾ തൻ്റെ വൈഫിന് പറ്റാൻ പാടില്ല. അതുകൊണ്ടാണ് അങ്ങനെ ആഗ്രഹിച്ചിരുന്നത്. He was so engrossed in his daydream that he did not give much importance to the sudden silence. Engrossed means മുഴുകിയിരിക്കുകയായിരുന്നു. ഇങ്ങനെ പകൽ സ്വപ്നത്തിൽ ഇങ്ങനെ മുഴുകിയിരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു സൈലൻസ് ഉണ്ടായത് അദ്ദേഹം ശ്രദ്ധിച്ചില്ല. The rats had stopped scampering and there was a sound of something falling behind him. ഒരു ഈ എലികളുടെ കുസൃതികൾ കലബല കൂട്ടുന്ന ആ സംഭവങ്ങൾ അവിടെ പെട്ടെന്നില്ലായിരുന്നു. പിന്നെ എന്തോ പിറകെ വീഴുന്ന ഒരു ശബ്ദവും കേട്ടു. ഹി ബ്രഷ്ഡ് ഇറ്റ് അസൈഡ് ബട്ട് ഈവൻ ബിഫോർ ഹി കുഡ് ടേൺ അറൗണ്ട് ടു ഹാവ് എ ലുക്ക്, ഒരു പിറകേട്ട് നോക്കുന്നതിന് മുമ്പ് തന്നെ എ സ്നേക്ക് സ്ലിതേർഡ് ഓവർ ദ ബാക്ക് ഓഫ് ദ സ്ലിതേർഡ് മീൻസ് ഇറങ്ങിയിരുന്നു. A snake slithered over the back of the chair. ചെയറിനെ കൂടെ ഇറങ്ങിയിട്ട് and perched itself on his shoulder. അദ്ദേഹത്തിൻ്റെ ഷോൾഡറിൽ ഇടം പിടിച്ചിരുന്നു. perched means ഇടം പിടിക്കുക. The doctor was extremely frightened as the snake was only a few inches away from his face. അപ്പോൾ ഡോക്ടർ ഇങ്ങനെ ഭയങ്കരമായി പേടിച്ചിരുന്നു. കാരണം ആ സ്നേക്ക് തൻ്റെ മുഖത്തിൽ നിന്നും ഏതാനും ഇഞ്ചസ് മാത്രം ദൂരത്തായിരുന്നു. ഹൊറിഫൈഡ് ഹി സാറ്റ് ടേൺ ടു സ്റ്റോൺ. അങ്ങനെ പേടി കൊണ്ട് അയാൾ ഇങ്ങനെ കല്ല് പോലെയായി. ദ സ്നേക്ക് സ്ലിതേർഡ് അലോങ് ഹിസ് ഷോൾഡർ ആൻഡ് കോയിൽഡ് അറൗണ്ട് ഹിസ് ലെഫ്റ്റ് ആം എബോവ് ദ എൽബോ. അങ്ങനെ മുട്ടിന് മീതിയായിട്ട് ഇടത് കൈയിൽ അയാളുടെ പാമ്പ് ഇങ്ങനെ ചുറ്റിയിരുന്നു. ദ ഡോക്ടർ ഫെൽറ്റ് എ ക്രഷിംഗ് ഫോഴ്സ് ഓൺ ഹിസ് ആം. അങ്ങനെ കയ്യിലിങ്ങനെ ഒരു വലിഞ്ഞു മുറുങ്ങിയ പോലെ ഡോക്ടറിന് തോന്നി. മൂമെൻറ്റ്സ് എഗോ ദ ഡോക്ടർ ഹു ഹാഡ് ബീൻ ഫീലിംഗ് സോ പ്രൗഡ് ഓഫ് ഹിസ് ലുക്സ് ആൻഡ് ഹിസ് പ്രൊഫഷൻ വാസ് വീക്ക് വിത്ത് ഫ്രൈറ്റ്. മൂമെൻറ്റ്സിന് മുമ്പ് തൻ്റെ സ്വയം ലുക്സിനെയും പ്രൊഫഷനെയും പുകഴ്ത്തിയ ഡോക്ടർ ഇപ്പോൾ പേടി കൊണ്ട് ഭയങ്കര വീക്കായി. ഹി തോട്ട് ഓഫ് വേരിയസ് മെഡിസിൻസ് ഹി ഹാഡ് ആൻഡ് ഇഫ് എനി വാസ് ഗുഡ് ഇനഫ് ടു സേവ് ഹിം ഇഫ് ദ സ്നേക്ക് ഡിഡ് ബൈറ്റ് ഹിം. അങ്ങനെ പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും മരുന്ന് തൻ്റെ ജീവൻ രക്ഷിക്കുമോ എന്ന് അങ്ങനെ ചിന്തിച്ച് എല്ലാം മെഡിസിൻസിനെ കുറിച്ച് ചിന്തിച്ച് കൊണ്ടിരിക്കുകയായിരുന്നു. ഇൻ ദിസ് മൂമെൻറ്റ് ഓഫ് ഫിയർ ഓഫ് ഡെത്ത് ഹി റിയലൈസ്ഡ് that he was but a mere human, a poor man, nothing to boast about. ഈ ഒരു മരണഭയത്തിൻ്റെ ഈ ഒരു മൊമെൻറ്റിൽ അദ്ദേഹം തിരിച്ചറിഞ്ഞു താനൊരു സാധാരണ വെറും ഒരു മനുഷ്യനാണ്, ഒരു പാവം മനുഷ്യനാണ്, കൂടുതലൊന്നും ബോസ്റ്റ് ചെയ്യാൻ പുകഴ്ത്താനില്ല എന്നുള്ള കാര്യം മനസ്സിലായി. At this moment he felt the presence of God near him. ആ ഒരു മൊമെൻറ്റിൽ അദ്ദേഹം ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞു. In his imagination he tried to write "Oh God" in bright letters outside his heart. He felt pain in his left arm. അപ്പോൾ അങ്ങനെ ആ ഒരു സമയത്ത് തൻ്റെ ഹൃദയത്തിന് പുറത്തായിട്ട് "ഓ ഗോഡ്" എന്ന് അദ്ദേഹം എഴുതാൻ ശ്രമിച്ചു ഇമാജിനേഷനിൽ. പിന്നീട് അദ്ദേഹത്തിൻ്റെ പാമ്പ് ചുറ്റിയ കയ്യിലെ വേദന അനുഭവിക്കാൻ തുടങ്ങി. The snake was he realized that if the snake struck him, അങ്ങനെ തൻ്റെ കയ്യിൽ പാമ്പ് കടിക്കുകയാണെങ്കിൽ he did not even have any medicines in his room for the same. ഒരു മരുന്ന് പോലും തൻ്റെ കയ്യിലില്ല എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞു. That was when he thought that he was a poor, foolish and stupid doctor. അങ്ങനെയാണ് സ്വയം അദ്ദേഹത്തിന് തോന്നി താനൊരു poor, foolish and stupid doctor എന്നുള്ളത്. In this way his thought changed from calling himself handsome to a poor, foolish and stupid doctor. അങ്ങനെ ഈ ഒരു രീതിയിൽ സ്വയം ഹാൻസം ആണെന്നുള്ള സ്വയം വിളിച്ചിരുന്ന ആൾ ഇപ്പോൾ ഒരു poor, foolish doctor ആണ്, stupid doctor ആണ് വിളിക്കാൻ തോന്നി. This sequence of events also provide humor to the story. ഈ ഒരു സീക്വൻസ് കഥയ്ക്ക് തമാശ നൽകുന്നു. ദ മൂമെൻറ്റ് ഹി അക്സെപ്റ്റഡ് ഹിസ് ട്രൂ വർത്ത്. അങ്ങനെ ഈ ഒരു മൊമെൻറ്റ്, തൻ്റെ യഥാർത്ഥ മൂല്യം തിരിച്ചറിഞ്ഞ ഈ മൊമെൻറ്റ്, ദ ഗോഡ് അപ്പിയർഡ് പ്ലീസ്ഡ് ആൻഡ് സ്നേക്ക് ഓഫ് ഇറ്റ്സ് ഓൺ ഫ്രീ വിൽ ലെഫ്റ്റ് ഹിം ആൻഡ് സാറ്റ് ഓൺ ദ ടേബിൾ ഇൻ ഫ്രണ്ട് ഓഫ് ദ മിറർ. അങ്ങനെ ഈ ഒരു ദൈവം അവിടെ പ്രത്യക്ഷപ്പെടുകയും പാമ്പ് സ്വയം അദ്ദേഹത്തെ വിട്ട് ടേബിളിൻ്റെ മുന്നിൽ, കണ്ണാടിയുടെ മുന്നിൽ ടേബിളിൽ ചെന്നിരിക്കുകയും ചെയ്തു. The doctor got up silently and
റഷ്ഡ് ഔട്ട് ഓഫ് ദ ഡോർ. അങ്ങനെ മെല്ലെ അയാൾ അവിടെ നിന്ന് എഴുന്നേൽക്കുകയും വാതിലിന് പുറത്തേക്ക് ഓടുകയും ചെയ്തു. നെക്സ്റ്റ് മോർണിംഗ് വെൻ ഹി കെയിം ബാക്ക് ഓൾ ഹിസ് ബിലോങ്ങിങ്സ് ഹാഡ് ബീൻ പിൽഫേർഡ്. പിറ്റേന്ന് രാവിലെ അദ്ദേഹം വന്ന് നോക്കുമ്പോൾ എല്ലാം അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട വസ്തുക്കളെല്ലാം തന്നെ പോയിരുന്നു. ബട്ട് ഫോർ പിൽഫേർഡ് മീൻസ് കളവ് പോവുക. But for his dirty vest means വസ്ത്രം വിച്ച് വാസ് ടു ഡേർട്ടി ഈവൻ ഫോർ ദ തീഫ്. ഡേർട്ടി ആയിട്ടുള്ള ഒരു വസ്ത്രം മാത്രം ബാക്കിയുണ്ടായിരുന്നു, അത് കള്ളന് പോലും ഡേർട്ടി ആയിട്ടുള്ളതായിരുന്നു. വിച്ച് മീൻസ് അത് മാത്രം കളവ് പോയിരുന്നില്ല. ഓക്കെ ഫ്രണ്ട്സ്, ഐ ഹോപ്പ് ദാറ്റ് യു ആർ ഓൾ അണ്ടർസ്റ്റുഡ്. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ.